നീ എന്താ എപ്പടി മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത്? ഫോട്ടോ അയച്ചെന്നാ? ഓ, ഒരു 100 ഫോട്ടോ അയച്ചു. അത് ഞാൻ ഓരോന്നോരോന്നാരി നോക്കിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നതേ അവളെ കണ്ടുപിടിക്കണേന്റെ അന്ന് നിന്റെ കട്ടായം പടവും കൂടെ. കണ്ടുപിടിക്കണേന്റെ അന്നാ? നിങ്ങൾ എന്തൊരു വർത്താനാണോ പറയണത്? സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. അതെ, നിങ്ങളെ ചെറുപ്പത്തിൽ വിളയാടുന്നത് അല്ല നമ്മളിപ്പോ ജീവിക്കുന്നത് കേട്ടാ. മാനവ മര്യാദക്ക് ജീവിക്കാണ്. നിങ്ങൾ രണ്ടുപേരും വഴക്കിടുവാണോ? അല്ല മക്കളെ, അപ്പൂപ്പൻ കാര്യങ്ങൾ പറയണത്. ദൈവമേ, അടുത്ത ഒന്നിനെയും കൂടെ തോളിട്ട് കളിപ്പിക്കാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ മതിയായിരുന്നു. എടാ, ഇത്ര എണ്ണത്തിന് കളിപ്പിച്ച കൊതി എനിക്ക് തീർന്നില്ലടാ. ചത്താലും തീരൂല. അങ്ങേർക്ക് തോളിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നാ മതി. ബാക്കിയുള്ളവരാണല്ലോ കിടന്ന് അനുഭവിക്കുന്നത്. നീലുവേ, നീ ആ ഗൗരിയുടെ മുഖം ശ്രദ്ധിച്ച? ഒരു പെണ്ണ് അമ്മയാവുമ്പോ മുഖം നല്ല ഐശ്വര്യമായിരിക്കും, നല്ല തിളക്കമായിരിക്കും കേട്ടാ. എടാ അണ്ണാ, നീ പറയണൊക്കെ ശരി തന്നെ, നമുക്ക് സന്തോഷമുള്ള കാര്യവുമാണ്. പക്ഷെ അതിനിപ്പോൾ അത് കൺഫേം ചെയ്യണ്ടേ? അല്ലാതെ ഇവിടെ കിടന്ന് ആഘോഷിച്ചിട്ട് അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവരറിയുമ്പോൾ അവർക്ക് വിഷമം വരൂലേ? അതുപോലെ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് 3-4 വർഷമായില്ലേ? ഡേയ്, ഞാൻ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ദുഃഖം വന്നാലും പ്രകടിപ്പിക്കും. പച്ചയായ മനുഷ്യൻ ഇപ്പൊ പഴുത്തുപോയി. എന്നാ പറഞ്ഞാട്ടാ, ഇത്തിരി വണ്ണം വെച്ചപ്പം ബോഡി ഷേമിങ്. നിലു, നിന്റെ പേര് കേസ് കൊടുക്കും. ഉറപ്പാണ് നിന്റെ പേര് ഞാൻ കേസ് കൊടുക്കും. ആ അണ്ണാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നല്ല പൊഴിക 1-2 അടിക്കുന്നത്, ഇത്രല്ലേ ഉള്ളൂ. അത് തെറ്റാ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. കുടുംബമേ മാത്രമേ ചിന്തിക്കാവൂ. അയ്യോ, ഒരു ഉപദേശി. ചേട്ടത്തി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഈ നമ്പർ അടിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോകണല്ലേ? കേശു, നീ കൂടെ പോടാ. പോയിട്ട് വാ. പോയിട്ട് വരുമ്പോ ആടിയ ലഡും ജിലേബിയും എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കാം. ചേട്ടാ, ഇതെന്തോന്ന് പറയാണ്? നിങ്ങൾ അതൊന്നും നോക്കണ്ട. നിങ്ങൾ പോയി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് വച്ചല്ലേ. ചേട്ടാ, ചേട്ടൻ വിചാരിക്കണ പോലെ ഒന്നും അല്ല കാര്യം. ഞാൻ വിചാരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ. ചേട്ടാ, ഇന്നലെ രാത്രി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അബദ്ധം പറ്റി. എന്നെ പൊന്നേട്ടാ, ഇന്നലെ രാത്രി ശ്രീ വന്നപ്പോ കുറച്ച് ലേറ്റായി. അപ്പം വരണ വഴിക്ക് ഒരു തട്ടുകടയിൽ നിന്ന് ഒരു ചിക്കൻ ഫ്രൈയും 3 പൊറോട്ടയും മേടിച്ചുകൊണ്ട് വന്നു. സംഭവം എനിക്ക് വേണ്ടി മേടിച്ചോണ്ട് വന്നതാണ്. മാത്രം എല്ലാവർക്കും തരാൻ തികയൂലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി റൂമിൽ നിന്ന് ഇന്നലെ കഴിച്ചു. എങ്ങനെ ഇരിക്കുന്നത്? ചിക്കൻ എടാ, നിനക്ക് വേണവടാ. എടാ, നമുക്കാർക്കും തരാതെ രണ്ടും കൂടെ വെട്ടി കയറ്റിയില്ലേ? അനുഭവിച്ചാ? ആഹാ, എങ്ങനെ ഇരിക്കുന്നു? ആ കൊച്ചിന് പോലും ഒരു കഷ്ണം കൊടുക്കാതെ രണ്ടും കൂടെ മുറിക്കകത്ത് കഥ അടച്ച് ഒളിച്ചിരുന്നത് കയറ്റി. ഇപ്പൊ എല്ലാരും മുമ്പ് വെച്ച് ഒളിച്ചിരുന്ന് തിന്നത് പുറത്തു വന്നു. എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വാ എന്തായാലും. അച്ഛാ, ഇപ്പൊ കുട്ടാമന്റെ ലക്ഷണം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ആവാലക്ഷണം